ടാഡ്, പേട്രിയറ്റ് പാക്-3, ടൊമാഹോക്ക് JSAM-ER, ആകാശത്തെ കീറിപ്പായുന്ന ഇന്റർസെപ്റ്ററുകൾ മുതൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നുയർന്ന ക്രൂയിസ് മിസൈലുകൾ വരെയാണിത്. ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ഈ ആയുധനാമങ്ങൾ ഇന്ന് മറ്റൊരു കാരണത്താൽ വാർത്തകളിൽ നിറയുകയാണ്. അത് അവയുടെ ശക്തികൊണ്ടല്ല, മറിച്ച് അമേരിക്കയുടെ ആയുധപ്പുരകളിൽ അവയുടെ ശേഖരം അതിവേഗം ക്ഷയിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൊണ്ടാണ്. ഇനി എത്ര ആയുധങ്ങൾ ബാക്കിയുണ്ടെങ്കിലും തങ്ങൾ മറ്റൊരു യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ തങ്ങളുടെ പക്കൽ ഇനി എത്ര ശരങ്ങൾ ബാക്കിയുണ്ട് എന്ന അസ്വസ്ഥകരമായ ചോദ്യത്തോടാണ് അമേരിക്ക ഏറ്റുമുട്ടുന്നത്. വർഷങ്ങളായി ലോക പോലീസ് എന്ന പദവി അലങ്കരിച്ച അമേരിക്കയ്ക്ക് യുദ്ധമെന്നത് എതിരാളിയെ തകർക്കുന്ന ഒരു പ്രകടനമായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ ഇന്നത്തെ സംഘർഷങ്ങൾ പുതിയൊരു ചിത്രം തുറന്നുകാട്ടുന്നു. ഓരോ പേട്രിയറ്റ് വിക്ഷേപണവും ഒരു ഭീഷണിയെ തടയമേക്കാം, പക്ഷേ അടുത്ത ആക്രമണത്തിനായി ബാക്കി നിൽക്കുന്ന പ്രതിരോധം അവിടെ കുറയുകയാണ്. ഒരു ടൊമാഹോക്ക് വിക്ഷേപിക്കാൻ നിമിഷങ്ങൾ മതി, എന്നാൽ അതിന്റെ പുനർനിർമ്മാണത്തിന് വർഷങ്ങൾ വേണ്ടിവരും. ഇന്ന് ലോകമുറ്റുനോക്കുന്നത് അമേരിക്കയുടെ പ്രഹരശേഷിയെയല്ല, മറിച്ച് ദീർഘകാല യുദ്ധങ്ങൾ താങ്ങാനുള്ള അമേരിക്കയുടെ ശേഷിയെയാണ്. പ്രാദേശികമായ ഒരു സംഘർഷം പോലും അമേരിക്കൻ സൈനിക സന്നദ്ധതയെ ഇത്രമേൽ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ചൈനയോ റഷ്യയോ പോലുള്ള വൻശക്തികളുമായുള്ള നീണ്ടുനിൽക്കുന്ന പോരാട്ടങ്ങളിൽ അമേരിക്കയുടെ വിധി എന്താകും? അമേരിക്കൻ സൈനികാധിപത്യത്തിന്റെ വേരുകൾക്കേറ്റ പ്രഹരമായി ഈ ആയുധക്ഷയം മാറുകയാണ്. ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച സംഘർഷം തുടക്കത്തിൽ അമേരിക്കയ്ക്ക് ഒരു വേഗത്തിലുള്ള ശിക്ഷാത്മക ഓപ്പറേഷൻ പോലെ തോന്നിച്ചിരുന്നെങ്കിലും ദിവസങ്ങൾ കഴിയുന്തോറും അത് വൻതോതിലുള്ള ആയുധ ഉപഭോഗ യുദ്ധമായി മാറി. പെന്റഗണിന്റെ ആഭ്യന്തര വിലയിരുത്തലുകൾ പ്രകാരം ഉയർന്ന നിലവാരത്തിലുള്ള കൃത്യതാ മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ക്ഷയിക്കുന്നു തുടങ്ങി. പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരായ സാധ്യതാപരമായ യുദ്ധത്തിനായി കരുതിവച്ചിരുന്ന ചില നിർണായക ശേഖരങ്ങൾ പോലും ഇറാൻ രംഗത്തേക്ക് മാറ്റേണ്ടി വന്നുവെന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. അതായത്, അമേരിക്ക ഇന്ന് ഒരു യുദ്ധം മാത്രം പോരാടുന്നില്ല, ഭാവിയിലെ വലിയ യുദ്ധങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളും ഒരേ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു നിർത്തുന്നത് JSAM-ER ക്രൂയിസ് മിസൈലുകളുടെ ഉപയോഗമാണ്. ദീർഘദൂരത്തിൽ നിന്ന് ശത്രുപ്രതിരോധങ്ങളെ മറികടന്ന് കൃത്യമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ സ്റ്റെൽത്ത് ആയുധം അമേരിക്കൻ വ്യോമശക്തിയുടെ പ്രധാന ആധാരങ്ങളിലൊന്നാണ്. എന്നാൽ 1100 എണ്ണം ഇതിനകം ഉപയോഗിച്ചു എന്ന വിലയിരുത്തലുകൾ പുറത്തുവരുമ്പോൾ ശേഖരത്തിൽ ശേഷിക്കുന്നത് വെറും 1500ഓളം മാത്രമാണെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ തന്ത്രജ്ഞരെ ആശങ്കപ്പെടുത്തുന്നു. ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കടലിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഈ ആയുധം അമേരിക്കൻ നാവികശക്തിയുടെ ചിഹ്നമാണ്. എന്നാൽ 1000-ലധികം ടൊമാഹോക്കുകൾ ഇതിനകം ഉപയോഗിച്ചു എന്ന കണക്ക് പുറത്തുവരുമ്പോൾ അമേരിക്ക ഒരു വർഷം വാങ്ങുന്നതിന്റെ 10 ഇരട്ടി വേഗത്തിലാണിപ്പോൾ ഈ ആയുധം ചെലവഴിക്കുന്നത്. ഓരോ മിസൈലിനും കോടികൾ ചെലവാകുന്ന സാഹചര്യത്തിൽ ദീർഘകാല ഓപ്പറേഷനുകൾ സാമ്പത്തികമായും വ്യാവസായികമായും എത്രത്തോളം ഭാരമാണെന്ന് വ്യക്തമാകുന്നു. മിസൈൽ പ്രതിരോധരംഗത്തും അമേരിക്ക സമ്മർദ്ദത്തിലാണ്. പേട്രിയറ്റ് പാക്-3, താഡ് പോലുള്ള സംവിധാനങ്ങൾ ശത്രു മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ വ്യാപകമായി വിന്യസിക്കപ്പെട്ടു. 1200-ലേറെ പേട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾ ഇതിനകം ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രശ്നം, ഇവ നിർമ്മിക്കുന്നത് അത്ര എളുപ്പമല്ല. ഒരു വർഷം നിർമ്മിക്കുന്നതിലും കൂടുതലെണ്ണം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചെലവഴിച്ചാൽ പുതിയ ശേഖരം സൃഷ്ടിക്കാൻ വർഷങ്ങൾ വേണം. അതേസമയം ഈ സംവിധാനങ്ങൾ ദക്ഷിണ കൊറിയയിലും യൂറോപ്പിലും മറ്റ് അമേരിക്കൻ സഖ്യകേന്ദ്രങ്ങളിലും അത്യാവശ്യമാണ്. ഒരു മേഖലയിലേക്ക് മാറ്റിയാൽ മറ്റൊരു മേഖലയിലെ പ്രതിരോധം ദുർബലമാകുന്നു. യുദ്ധത്തിന്റെ സാമ്പത്തിക ചെലവും വിസ്മയപ്പെടുത്തുന്നതാണ്. വിവിധ സ്വതന്ത്ര സ്റ്റഡികൾ പ്രകാരം മൊത്തം ചെലവ് $28 മുതൽ $35 ബില്യൺ വരെ ആകാമെന്നാണ് കണക്ക്. ചില ദിവസങ്ങളിൽ മാത്രം $1 ബില്യൺ നിരക്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ചപ്പെട്ടു എന്ന വിലയിരുത്തലുകളുമുണ്ട്. ഇത് വെറും ബഡ്ജറ്റ് സംഖ്യയല്ല, അമേരിക്കൻ നികുതിദായകരുടെ പണവും അടുത്ത വർഷങ്ങളിലെ പ്രതിരോധ പദ്ധതികളുടെ പുനർക്രമീകരണവുമാണ് അതിന്റെ അർത്ഥം. യുക്രൈൻ സഹായം, ഇൻഡോ പസഫിക് സാന്നിധ്യം, ആഭ്യന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കിടയിൽ ഈ ചെലവ് രാഷ്ട്രീയ വിവാദങ്ങളെയും ശക്തമാക്കുന്നു. യുദ്ധഭൂമിയിൽ നഷ്ടപ്പെട്ട ഉപകരണങ്ങളും ഈ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. സെൻസിറ്റീവ് സാങ്കേതികവിദ്യ ഇറാന്റെ കയ്യിലെത്താതിരിക്കാൻ അമേരിക്ക തന്നെ ചില വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നശിപ്പിക്കേണ്ടി വന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അത്യാധുനിക ഉപകരണങ്ങൾക്ക് പകരം കണ്ടെത്താനും പരിശീലനം ലഭിച്ച ക്രൂ അംഗങ്ങളെ പുനർനിർമ്മിക്കാനും സമയം ആവശ്യമാണ്. യുദ്ധത്തിലുപയോഗിക്കുന്ന ഓരോ പ്ലാറ്റ്ഫോമിനും പിന്നിൽ വർഷങ്ങളായുള്ള പരിശീലനവും സാങ്കേതിക ശൃംഖലയും നിലനിൽക്കുന്നു. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അമേരിക്കയുടെ ആഗോള സന്നദ്ധതയിലാണ്. യൂറോപ്പിൽ നാറ്റോയുടെ കിഴക്കൻ അതിർത്തികളെ ശക്തിപ്പെടുത്താൻ കരുതിവച്ചിരുന്ന ചില ശേഷികൾ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നുവെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇൻഡോ പസഫിക് മേഖലയിൽ നിന്നുള്ള നാവികശക്തിയുടെ സാന്നിധ്യവും പുനർവിന്യാസം ചെയ്യപ്പെട്ടു. ദക്ഷിണ ചൈന കടലിൽ നിന്നുള്ള കപ്പൽ സംഘം മിഡിൽ ഈസ്റ്റിലേക്ക് മാറിയാൽ അത് ബെയ്ജിങ്ങിന് തന്ത്രാത്മക ഇടവേള നൽകും. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള മിസൈൽ പ്രതിരോധ ഘടകങ്ങൾ മാറ്റിയാൽ ഉത്തര കൊറിയയ്ക്കെതിരായ പ്രതിരോധ ചർച്ചകൾ ശക്തമാകും. ഇതിന്റെ പിന്നിലെ അടിസ്ഥാന പ്രശ്നം അമേരിക്കയുടെ പ്രതിരോധ വ്യവസായ ഘടനയിലാണ്. ശീതയുദ്ധാനന്തരകാലത്ത് കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ തീവ്രതയുള്ള യുദ്ധങ്ങൾക്കായി രൂപപ്പെടുത്തിയ ഉൽപ്പാദന മാതൃക ഇന്ന് ഹൈ ഇന്റൻസിറ്റി ദീർഘകാല യുദ്ധങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന് തെളിയുകയാണ്.
ഒരു ടൊമാഹോക്കോ പേട്രിയറ്റോ JSAM-ERO നിർമ്മിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടിവരും. വിതരണ ശൃംഖലകൾ സങ്കീർണമാണ്, അപൂർവ ഘടകങ്ങളെ ആശ്രയിക്കുന്നു, കോൺഗ്രസ് ഫണ്ടിംഗ് രാഷ്ട്രീയ തർക്കങ്ങളിൽ കുടുങ്ങുന്നു. അതേസമയം യുദ്ധഭൂമിയിൽ ആയുധങ്ങൾ ദിവസങ്ങളിൽ തീരുന്നു. അതേസമയം ട്രംപ് ഭരണകൂടം ഈ ആശങ്കകൾ തള്ളിക്കളഞ്ഞ് അമേരിക്കൻ സൈന്യം പൂർണ്ണസജ്ജമാണെന്ന് ആവർത്തിച്ചാലും പെന്റഗൺ തന്നെ സ്റ്റോക്ക് പൈൽ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് പ്രശ്നത്തിന്റെ ഗൗരവം സൂചിപ്പിക്കുന്നു. സൈനിക വിശകലന ആലോചകർ പറയുന്നത് അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ്. പക്ഷേ അതിന്റെ ശക്തി അനന്തമല്ല. പ്രത്യേകിച്ച് ഉയർന്ന നിലവാരത്തിലുള്ള കര ആക്രമണവും മിസൈൽ പ്രതിരോധ കഴിവുകളും പരിധിയുള്ളവയാണ്. അവസാനം നോക്കുമ്പോൾ ഇറാൻ യുദ്ധം അമേരിക്കയെ തോൽപ്പിച്ചോ എന്നതല്ല പ്രധാന ചോദ്യം, മറിച്ച് ഒരു പ്രാദേശിക യുദ്ധം പോലും അമേരിക്കയുടെ ആയുധക്ഷയത്തെയും സാമ്പത്തിക ശേഷിയെയും ആഗോള സന്നദ്ധതയെയും ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നുവെങ്കിൽ നാളെ ഒരു ബഹുമുഖ മഹായുദ്ധത്തിൽ അമേരിക്ക എത്രകാലം ദൈർഘ്യം നിലനിൽക്കുമെന്നതാണ് ലോകമിപ്പോൾ അന്വേഷിക്കുന്നത്. ഇറാനിലെ പൊട്ടിത്തെറികൾ മിഡിൽ ഈസ്റ്റിൽ മാത്രം മുഴങ്ങിയില്ല, അവ അമേരിക്കൻ സൈനിക ശക്തിയുടെ പരിധികളെയും ലോകത്തോട് പ്രഖ്യാപിച്ചു.